അടുത്തത് കുന്നംകുളത്തേക്കാണ്. AC മൊയ്തീൻ മുൻമന്ത്രി. അതായത് കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളിൽ കേരളം ഏറെ ചർച്ച ചെയ്യുകയും ഈഡിത ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ ഇടുകയും ഒന്നും സംഭവിക്കാതെ പോവുകയും ചെയ്ത കരുവന്നൂരിൽ മികച്ച പെർഫോമൻസ് ആണ് AC മൊയ്തീൻ. റാങ്ക് നോക്കൂ, 36ാമത്തെ റാങ്കാണ് AC മൊയ്തീൻ. 36ാമത്തെ റാങ്കാണ്. മുഴുവൻ അന്വേഷണ ഏജൻസികളും ഇറങ്ങിയിട്ടും മുഴുവൻ അന്വേഷണ ഏജൻസികളും AC മൊയ്തീനൊപ്പം പോയി. ഈഡി പേടിപ്പിച്ചിട്ടും ഒരു ഇഞ്ച് പോലും പേടിക്കാത്ത നേതാവാണ് AC മൊയ്തീൻ. ഇപ്പോഴും ഒരു തെളിവ് പോലും കരുവന്നൂരിൽ കിട്ടിയിട്ടില്ല AC മൊയ്തീനെതിരെ. AC മൊയ്തീൻ കുന്നംകുളത്ത് മത്സരിക്കാൻ ഇറങ്ങും. അപ്പോൾ സ്വാഭാവികമായും തദ്ദേശത്തിൽ UDF LDF ഒപ്പത്തിനൊപ്പമാണ്. അത് തന്നെയായിരുന്നു അന്ന് LDF വലിയ ക്യാമ്പയിനായിട്ട് ഉപയോഗിച്ചതും. അവിടെ 12,418 വോട്ടിന്റെ ലീഡാണ് കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളിൽ. അതായത് സുരേഷ് ഗോപി നടന്ന് പദയാത്ര നടത്തി. അത് പദയാത്രയായി രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കപ്പുറത്ത് കരുവന്നൂർ ഒരു യാഥാർത്ഥ്യമാണ് എന്നതിൽ തർക്കമില്ല. അല്ല, കരുവന്നൂർ വിഷയത്തിൽ ആ വിഷയം തന്നെ CPM-ൽ നിന്ന് വന്ന ആളുകൾ തന്നെ ഉന്നയിച്ച വിഷയമാണ്. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസിൽ പക്ഷേ AC മൊയ്തീനെ കുരുക്കാൻ വേണ്ടി ഗൂഢാലോചന നടന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഈ നിമിഷം പോലും ഒരു തെളിവിന്റെ കണിക വ്യക്തിപരമായ കാര്യത്തിനപ്പുറത്തേക്ക് സ്വാഭാവികമായും തീരുമാനങ്ങൾ എടുക്കാൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നത് പ്രധാനമാണ്. പക്ഷേ അതൊരു ക്രിമിനൽ കോൺസ്പിറൻസിയിലേക്ക് നയിക്കുന്ന തെളിവ് AC മൊയ്തീന്റെ ഭാഗത്തുണ്ടായിരിക്കാം. ഈ പറഞ്ഞതുപോലെ അന്വേഷണ ഏജൻസികൾ പറഞ്ഞിറങ്ങിയിട്ടും ഒന്നും ഇതുവരെയും സംഭവിക്കാതെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെടുന്ന ഘട്ടം പോലും ഉണ്ടായി. പക്ഷേ ആ നിമിഷവും പതറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മണ്ഡലം ഇപ്പോഴും AC മൊയ്തീനോടൊപ്പം നിൽക്കുന്നത്. കരുവന്നൂർ യാഥാർത്ഥ്യമാണെങ്കിലും AC മൊയ്തീൻ കരുവന്നൂരിൽ കുന്നംകുളത്തെ ജനകീയനായ നേതാവാണ്. തർക്കവുമില്ല. അതെ AC മൊയ്തീൻ ഇപ്പോഴും കുന്നംകുളത്തിന്റെ ജനകീയനായ ഒരുപക്ഷെ ഇത്തരം ആരോപണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പാർട്ടിക്കാർ നന്നായി വോട്ട് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാവുകയും അനിൽ അക്കരെ വന്നേക്കും എന്നുള്ള സൂചന അടക്കം ബാക്കി നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം അങ്ങനെ കോൺട്രവേഴ്സിയിലായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കിട്ടണമെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ, നമ്മുടെ സർവേ പറഞ്ഞേക്കൂ, ജനങ്ങളുടെ കോൺഫിഡൻസ് AC മൊയ്തീനൊപ്പം ഉണ്ട് എന്നുള്ളതാണ് കരുവന്നൂർ. 12,000 ലീഡുള്ള മണ്ഡലമാണ്. തദ്ദേശത്തിൽ ഓക്കെ.